സിനിമയിൽ തുടർച്ചയായ ഒരു രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ഷോട്ടിലും ഒരേ വസ്ത്രമോ പ്രോപ്പർട്ടീസോ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതിൽ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. അങ്ങനെ അറിയാതെ വരുന്ന മാറ്റങ്ങളെയാണ് കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് എന്ന് വിളിക്കാറ്. മലയാള സിനിമകളിലെ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കമ്പൈലേഷൻ എപ്പിസോഡാണിത്. 1991 ദാസനും വിജയനും മൂന്നാമതായി വന്ന സിനിമയാണ് അക്കരെ അക്കരെ അക്കരെ. ആ സിനിമയിലെ ഒരു രംഗം കണ്ടു നോക്കൂ. ഓടുന്നതിനിടയിൽ ഒരു സൈഡിൽ നിന്നും നോക്കുമ്പോൾ ശ്രീനിവാസൻ ധരിച്ചിരിക്കുന്നത് കറുത്ത ഷൂ ആണ്. പക്ഷേ മറു സൈഡിൽ നിന്നും കാണിക്കുമ്പോൾ ശ്രീനിവാസൻ ധരിച്ചിരിക്കുന്നത് വെള്ള ഷൂ ആണ്. അതുകൊണ്ട് തന്നെ ഓടുന്നതിനിടയിൽ ശ്രീനിവാസന്റെ ഷൂവിന്റെ നിറം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക്. ഒരാംഗിളിൽ നിന്നുള്ള ഷോട്ടുകൾ എടുത്തതിന് ശേഷം പിന്നീട് ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ശേഷമായിരിക്കാം മറ്റൊരു ആംഗിളിൽ നിന്നുള്ള ഷോട്ട് എടുക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന ഷൂ മാറിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സാധാരണ സിനിമകളിലെ ചെറിയ ചെറിയ അബദ്ധങ്ങളെക്കുറിച്ച് നാം സംസാരിക്കാറില്ല. എന്നാൽ 1999 സുരേഷ് ഗോപി ചിത്രമായ FIRലെ ഈ രംഗം നിങ്ങൾ കാണുക. പരാതിക്കാരനായി പെരുവഴി കിടന്ന കുഞ്ഞലവയുടെ കൈ തല്ലി ഒടിച്ചു. നമ്മുടെ കുട്ടി സഹാക്കന്മാരുടെ ചന്തിയും തലയും തല്ലി പൊളിക്കാന്ന് വെച്ചാ മനഃപൂർവ്വമല്ല സാർ. ഇന്ത്യൻ ദേശീയ പതാക തല തിരിച്ചു വെച്ചതായി കാണാം. അടുത്ത ഷോട്ടിൽ തന്നെ അബദ്ധം മനസ്സിലാക്കി അത് നേരെയാക്കി വെച്ചിട്ടുമുണ്ട്. അതും സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. 2007 അൻവർ റഷീദ് ചെയ്ത മറ്റൊരു ചിത്രമാണ് ഛോട്ടാ മുംബൈ. കിട്ടിയ ഒറ്റ രംഗത്തിൽ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് ഒരു മാജിക്കിലൂടെ ജഗതി ശ്രീകുമാറിന് ബെൽറ്റ് വരികയാണ്. ജയറാം ചിത്രമാണ് മയിലാട്ടം. ഇത് കണ്ടോ? പക്ഷേ പിന്നീട് ആ എഴുത്ത് കാണിക്കുമ്പോൾ അതിന്റെ ഫോണ്ട് തികച്ചും വ്യത്യസ്തമാണ്. ഒരിക്കലും മായാതിരിക്കാൻ വേണ്ടിയാണല്ലോ പച്ച കുത്തിയത്. പിന്നെ അതങ്ങനെ വ്യത്യസ്തമായി. 2006 ലാൽ ജോസ് ചിത്രമാണ് ക്ലാസ്മേറ്റ്സ്. കോളേജ് മുഴുവൻ പഠിപ്പ് കൊടുക്കുമ്പോ എന്റെ ക്ലാസ്സിലെ പിള്ളേർ മാത്രം ഇറങ്ങാതിരുന്ന കോളേജ് ഫീസും ഹോസ്റ്റൽ ഫീസും തന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതേ നിങ്ങളുടെ നേതാക്കന്മാര് ദുസ്വപ്നം കാണുമ്പോൾ പഠിപ്പ് മുടക്കാനല്ല. ഇതൊരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് ആണ്. കാണാതായ ഡയറി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന റസിയ ആ ഡയറിയിൽ എഴുതുന്ന രംഗം അതിനിടയിൽ പെട്ടുപോവുകയായിരുന്നു. ചാനലിൽ ഒരുപാട് പേർ കമന്റ് ചെയ്ത 3 മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നാം ആദ്യം സംസാരിക്കുന്നത്. 2005 ദിലീപിന്റെ കോമഡി ചലച്ചിത്രമായിരുന്നു പാണ്ടിപ്പട. ക്ലൈമാക്സിൽ ദിലീപും പ്രകാശ് രാജും തമ്മിലുള്ള സിലമ്പാട്ടം കാണാം. ഫൈറ്റിനിടയിൽ ചെളി പറ്റുന്ന ദിലീപിന്റെ വെള്ള ഷർട്ട് കാണാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ അതിലെ ചെളിയെല്ലാം പോയി വീണ്ടും വെട്ടിത്തിളങ്ങുന്നതായി കാണാം. 2017 മറ്റൊരു ദിലീപ് ചിത്രമായ ജോർജേട്ടൻസ് പൂരത്തിലും ക്ലൈമാക്സിൽ ഇങ്ങനെയൊരു രംഗം കാണാം. ഒരു മാസിന് വേണ്ടി താൻ ധരിച്ചിരിക്കുന്ന സ്ലീവുകൾ ദിലീപ് ഊരിയെറിയുന്നതായി കാണാം. പക്ഷേ അവസാനം പെട്ടെന്ന് ആ സ്ലീവുകൾ തിരിച്ചു വരുന്നതായിട്ടും പെട്ടെന്ന് വീണ്ടും അപ്രത്യക്ഷമാവുന്നതും കാണാം. ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ച സിനിമയാണ് പുതിയ മുഖം. ഈ ഫൈറ്റ് സീനിൽ താഴെ വിരിച്ചിരിക്കുന്ന ബെഡ് വ്യക്തമായി കാണാം. അടുത്ത സീനിൽ അത് അപ്രത്യക്ഷമാകുന്നു. ഷമ്മി തിലകന്റെ കഥാപാത്രത്തിന് പകരം മറ്റൊരാളെ കാണാം. അതെ, ഡ്യൂപ്പിന്റെ മുഖം വ്യക്തമായി കാണുന്നുണ്ട്. ചേസിനിടയിൽ ബൈക്കിന്റെ മിറർ പോകുന്നതും വരുന്നതും കാണാം. ആദ്യം യാത്ര തുടങ്ങിയ മോഡൽ ബൈക്കല്ല, യാത്ര അവസാനിക്കുമ്പോൾ കാണിക്കുന്നതും. 2004 വിനയൻ സംവിധാനം ചെയ്ത മറ്റൊരു പൃഥ്വിരാജ് ചിത്രമാണ് വെള്ളി നക്ഷത്രം. ഫോട്ടോയിലിരിക്കുന്ന ആരാന്നറിയോ? മാനവേദവർമ്മ. ടിപ്പുവിനോട് യുദ്ധം ചെയ്ത വല്യ മുത്തശ്ശൻ. മുത്തശ്ശന്റെ ഫോട്ടോ താഴെ വീണ് പൊട്ടിയേന. ഒറ്റ സെക്കൻഡ് കൊണ്ട് വസ്ത്രം മാറുന്ന കിങ്ങിലെ മമ്മൂട്ടിയുടെ മാജിക് നാം കണ്ടതാണ്. അതുപോലൊരു മാജിക്കാണ് ഇവിടെ ബിന്ദു പണിക്കർ കാണിച്ചിരിക്കുന്നത്. സാരിയുടെ നിറം മാറുന്നു. അക്ഷയയാണ് ഈ കാര്യം കമന്റ് ചെയ്തത്. ഇതേ മാജിക് ബിന്ദു പണിക്കർ 1993 വാത്സല്യത്തിലും കാണിച്ചിട്ടുണ്ട്. അച്ഛൻ വെടിവരി നിർത്തിയിട്ട് ചുമ മാറും.
അടുക്കളയിലേക്ക് കയറുമ്പോൾ ഡ്രസ്സിന്റെ നിറം നീലയായിരുന്നെങ്കിൽ അകത്തെത്തുമ്പോൾ അത് ചുവപ്പായി മാറുന്നു. വീണ്ടും പുറത്തേക്കിറങ്ങുമ്പോൾ അത് നീല തന്നെയായി മാറുകയും ചെയ്യുന്നു. ഇതേ ഒരു മാറ്റം 2004 റിലീസ് ചെയ്ത കല്യാണരാമനിൽ ക്ലൈമാക്സ് രംഗത്തും കാണാം. ചിത്രത്തിൽ നവ്യയുടെ സാരിയുടെ നിറം മാറുകയാണ്. 1991 മമ്മൂട്ടി ചിത്രം അടയാളത്തിൽ ഇങ്ങനെയൊരു രംഗം കാണാം. ചില്ല് പൊളിക്കാൻ വേണ്ടി ജനൽ തിരഞ്ഞെടുക്കുമ്പോൾ ജനലിനകത്ത് ജനൽ കമ്പികൾ വ്യക്തമായി കാണാം. എന്നാൽ ചില്ല് പൊളിച്ചതിനു ശേഷം അത് അപ്രത്യക്ഷമാകുന്നു. ഡോറുകൾ മാത്രമുള്ള മറ്റേതോ ജനലാണ് പിന്നീട് കാണിക്കുന്നത്. 1993 വക്കീൽ വാസുദേവ് എന്ന സിനിമയിലെ രംഗമാണിത്. ഈ ആപ്പിൾ കഴിച്ചു. ഇത് സ്വന്തം ചേട്ടൻ തരുന്നതാണ് എന്ന് കരുതിയാൽ മതി. സ്വന്തം ചേട്ടൻ അവൻ എന്റെ കയ്യിലൊന്ന് കിട്ടണം. അവൻ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നത്. നിങ്ങൾ ആരാ? അത് അനിയന് ഗുണം കിട്ടാൻ പോകുന്ന ഒരു കാര്യം ചെയ്യാൻ വന്ന ആളാണെന്ന് കരുതിയാൽ മതി. ചേട്ടനുമായിട്ട് എന്താ പ്രശ്നം? ഇതൊക്കെ ജഗദീഷിന്റെ കയ്യിലിരിക്കുന്ന ആപ്പിൾ ഇടക്ക് ഓറഞ്ച് ആവുന്നതും വീണ്ടും ആപ്പിൾ ആവുന്നതും കാണാം. ഇനി ചിലപ്പോൾ അത് നിറം മാറുന്ന ആപ്പിൾ ആകാനും സാധ്യതയുണ്ട്. ഏതായാലും ജഗദീഷിന്റെ ഒരു മാജിക് ആണത്. 2001 കാക്കക്കുയിലും ഇതുപോലൊരു മാജിക് ജഗതി കാണിക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് കാണിക്കുമ്പോൾ ജഗതിയുടെ കയ്യിൽ ജ്യൂസ് ഉണ്ട്, മറു സൈഡിൽ നിന്ന് കാണിക്കുമ്പോൾ ജഗതിയുടെ കയ്യിൽ ജ്യൂസ് ഇല്ല. 2005 രഞ്ജി പണിക്കരുടെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഭരത് ചന്ദ്രൻ IPS. ഗേറ്റിനിടിക്കുമ്പോൾ ആ സൈറൻ ലൈറ്റ് തകർന്നു പോകുന്നത് വ്യക്തമായി കാണാം. പക്ഷെ അടുത്ത ഷോട്ടിൽ ആ ലൈറ്റ് വീണ്ടും പുനർജനിക്കുകയാണ്. മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് 20-ാം നൂറ്റാണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കാറിന്റെ നമ്പർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കാണിക്കുന്നത് 4600, പിന്നീട് വീണ്ടും കാണിക്കുന്നത് 4500. കാറിന്റെ സ്റ്റിക്കർ മാറ്റുന്ന രംഗങ്ങളുണ്ടെങ്കിലും നമ്പർ മാറ്റുന്ന രംഗങ്ങൾ സിനിമയിലില്ല. ചിത്രത്തിലെ ഏറ്റവും കൂടുതൽ പേർ ആവശ്യപ്പെട്ട ഒരു അബദ്ധമാണിത്. ആദ്യം കാണിക്കുന്നത് താറാണ്. വണ്ടി ഇടിക്കുമ്പോൾ അത് ബൊലേറോയാകുന്നു. വീണ്ടും അർജുൻ ഇറങ്ങി വരുന്നത് ഥാറിൽ നിന്നുമാണ്. വാഹനങ്ങൾ പരസ്പരം ഒരു മാജിക്കിലൂടെ മാറിക്കൊണ്ടേ. ഇതിനു മുമ്പും ആ സിനിമയിൽ വണ്ടി മാറിപ്പോകുന്ന ഒരു രംഗം കൂടിയുണ്ട്. ഓടിക്കുമ്പോൾ ഡ്യൂക്കായിരുന്നു. നിലത്ത് വീഴാൻ വിധിയുള്ളത് FZ-നുമാണ്. ഒറ്റ ഷോട്ടിൽ മാത്രം വാഹനം മാറിപ്പോകുന്നു. വീണ്ടും ഡ്യൂക്ക് തന്നെ ആകുന്നു. വണ്ടിയുടെ മുകളിലേക്ക് ചാടുമ്പോൾ മുൻഭാഗത്തെ ഗ്ലാസുകൾ തകർന്നത് വ്യക്തമായി കാണാം. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഗ്ലാസുകൾ പുനർജനിക്കുന്നു. കഴിഞ്ഞില്ല. ആ വണ്ടിയുടെയും മുൻഭാഗത്തെ ഗ്ലാസുകളും തകർന്നിട്ടുണ്ട്. എന്നാൽ അത് രണ്ടും പുനർജനിക്കുകയാണ് സുഹൃത്തുക്കളെ, പുനർജനിക്കുകയാണ്. 2001 തുളസീദാസ് സംവിധാനം ചെയ്ത ദിലീപ് കുഞ്ചാക്കോ ബോബൻ ചിത്രമായ ദോസ്തിലെ ഒരു രംഗമാണിത്. ഓടിച്ചു വരുന്നത് ഒരു ബൈക്കും പറന്നു വരുന്നത് മറ്റൊരു ബൈക്കിലുമാണ്. അതിനിടയിൽ പോയി എന്തിനായിരിക്കും ബൈക്ക് ഒന്ന് മോഡിഫൈ ചെയ്തത്? നല്ല കാര്യമായി. തമാശ തമാശ. സാർ ഒന്ന് വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും. സിനിമാ സീനിനകത്തുള്ള പ്രോപ്പർട്ടീസിന്റെ സ്ഥാനമാറ്റങ്ങളാൽ സംഭവിക്കുന്ന നിസ്സാരമായ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളെ കുറിച്ച് നാം സംസാരിക്കാറില്ല. എന്നാൽ ആ രംഗത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ചില സംഗതികളിലെ മാറ്റങ്ങളോ പതാക തലതിരിച്ചു വെച്ചതുപോലെയുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ നാം സംസാരിക്കാറുണ്ട്. അങ്ങനെയൊന്നാണ് ഈ സീനിൽ നാം കാണുന്നത്. പിന്നിലെ ബ്ലാക്ക് ബോർഡിൽ ആദ്യം എഴുതിയിരിക്കുന്നു, പിന്നീട് ഒരു ആംഗിളിൽ കാണിക്കുമ്പോൾ അവിടെ എഴുത്തില്ല,
പിന്നീട് വീണ്ടും ആ എഴുത്ത് തിരിച്ചു വരികയാണ്. ആ കുട്ടിച്ചങ്കരൻ പറഞ്ഞ അത്ര ശരിയാ വരിക. മോഹിനിയുടെ കഥാപാത്രം ജയറാമിനെ കാണുന്ന ഒരു രംഗവും അതിനുശേഷം പെട്ടിയിൽ നിന്നും ഒരു മാല ധരിക്കുന്ന രംഗവും കാണാം. ആദ്യ സീനിൽ മോഹിനിയുടെ കഴുത്തിൽ ആ ധരിച്ചിരിക്കുന്ന മാലയുണ്ട്. പിന്നീടാണ് മാല ധരിക്കുന്ന സീൻ കാണിക്കുന്നത്. അവിടെയും എഡിറ്റിംഗിൽ പറ്റിയ ഒരു അബദ്ധമാണ്. തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല. അതാ തിടുക്കത്തിൽ പുറപ്പെട്ടതേ. നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ട് തിരിക്കാം. കുടുംബക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ എത്രടായി? ഒന്നിനും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ഭംഗിയായി നടക്കുന്നു. നാളെ അവസാനിക്കുക. ഈ സീനിലെ അബദ്ധം എന്താണെന്ന് മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെടുമുടി വേണുവിന്റെ ഷർട്ടിന്റെ കളർ ഒന്ന് മാറുകയാണ്. മിസ്റ്റേക്കുകളെ ആർക്ക് വേണമെങ്കിലും അവരുടെ ഭാവനകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്രില്യൻസ് ആക്കി മാറ്റാവുന്നതാണ്. ഈ സിനിമയിലെ പല മിസ്റ്റേക്കുകളെയും പലരും അങ്ങനെ ചെയ്തതായി കാണാം. ഇങ്ങനെ വസ്ത്രത്തിന്റെ നിറം മാറുന്നതിന് ദിവസം മാറി എന്ന ബ്രില്യൻസ് ആണെന്ന് ചിലർ പറഞ്ഞുണ്ടാക്കിയേക്കാം. പക്ഷേ ഈ സീനിൽ അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം ആ ദിവസം കഴിഞ്ഞാൽ നാഗവല്ലി നകുലനെയും കൊന്ന് സ്ഥലം വിട്ടാനെ. സിനിമയിലെ മറ്റൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് നോക്കാം. സണ്ണി അമ്പട കേമാ അമ്പേ, രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. കസാര എടുത്ത് പുറത്തിടുമ്പോഴേക്കും മാഞ്ഞുപോയ തിലകന്റെ നെറ്റിയിലെ കുറി പുനർജനിക്കുകയാണ്.